വേറെ എവിടെയോ എത്തിപ്പെട്ട ഒരു ഫീലായിരുന്നേ. ഇതൊക്കെ ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അതിലൂടെ നമ്മൾ നടക്കുമ്പോൾ ക്രാക്ക് ചെയ്യുമായിരുന്നു. ഹായ് ഓൾ, ഞാൻ ഇത് ധൃതി പിടിച്ചു പോകുന്നത് നമ്മുടെ ബുർജ് ഖലീഫ കാണാനും ഡബിൾ ടക്കർ ബസ്സിൽ കയറാനുള്ള എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാട്ടോ. നമ്മൾ ഇങ്ങനത്തെ ബസ്സൊക്കെ മൂവിയിലേ കണ്ടിട്ടുള്ളേ. പിന്നെ ഞങ്ങൾ നേരെ മെട്രോ വെയിറ്റ് ചെയ്യുന്നതാട്ടോ നിങ്ങൾ ഈ കാണുന്നേ. മെട്രോ കയറിയപ്പോ എന്റെ മൂട്ടുക്കത്തെ തിരക്കായിരുന്നേ. എന്തോ ഭാഗ്യത്തിന് എനിക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ദുബായ് മാളിലെത്തി. വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്താ ഈ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നതെന്ന്. കൊറോണ കഴിഞ്ഞ് എല്ലാം ഒന്ന് സ്റ്റാർട്ടായ ടൈമിൽ പോയതുകൊണ്ടാട്ടോ യുഎയിൽ വന്നിട്ടുള്ള എന്റെ ഫസ്റ്റ് ഔട്ടിംഗ് ആയതുകൊണ്ട് അതിന്റെ ആ ഒരു സന്തോഷം എക്സൈറ്റ്മെന്റ് ഒക്കെ ആട്ടോ എന്റെ മുഖത്തേക്ക് കാണുന്നത്. ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഒരുപാട് നടന്ന് എവിടെയോ എത്തി. അവിടുന്ന് ബുർജ് ഖലീഫ കണ്ടപ്പോ ഇതിനുള്ളിലല്ലേ കയറാനുള്ളത് എന്നൊക്കെ ആലോചിച്ച് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നതാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോഴാണ് അതിന്റെ ഗേറ്റ് നമ്മൾ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്കായി ഓട്ടം. കഷ്ടപ്പെട്ട് അവിടെ എത്തിയപ്പോ അവര് പറഞ്ഞു ഇവിടെ എല്ലാ എൻട്രൻസ് വേറെ ഏരിയയിലാണ് ഉള്ളതെന്ന്. ഞങ്ങൾ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു എങ്ങനെയോ എൻട്രൻസിലെത്തി. നമ്മൾ അവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോ ഒരു കുഞ്ഞു ബുർജ് ഖലീഫ കണ്ടു. പിന്നെ നമ്മൾ വിട്ടുകൊടുക്കോ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അതിന്റെ സൈഡില് ബുർജ് ഖലീഫ എന്നാണ് ഉണ്ടായതെന്നും പിന്നെ അതിന്റെ ഓരോ ഫ്ലോറിനെ കുറിച്ചുള്ള വിശദീകരണം ഒക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ. ഒക്കെ നോക്കി നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നേരെ ലിഫ്റ്റിന്റെ അങ്ങോട്ടേക്കാട്ടോ എത്തുക. പിന്നെ നമ്മൾ നേരെ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യലായേ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. നമ്മൾ 124ാമത്തെ ഫ്ലോറിലേക്കാട്ടോ പോകുന്നത്. നിങ്ങൾക്കിപ്പോ കാണാനൊരു എക്സൈറ്റ്മെന്റ് ഇല്ലേ? അതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്നു കേട്ടോ ആ ടൈമില്. പിന്നെ ഈ ലിഫ്റ്റിനുള്ളിലെ വേറെ തന്നെ ഒരു ലോകാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ശരിക്കും നമ്മൾ വേറെ എവിടെയോ എത്തിപ്പെട്ട ഒരു ഫീലായിരുന്നേ. അങ്ങനെ നമ്മൾ ടോപ്പ് ഫ്ലോറിലെത്തി. ഇവിടുത്തെ വ്യൂ ആട്ടോ ഈ കാണുന്നത്. ശരിക്കും എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല, അത്രക്ക് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തകർത്തു ആണല്ലോ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ മെയിൻ പരിപാടി. പിന്നെ അതിനുള്ളിൽ ഇതുപോലത്തെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ കുറച്ച് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ കുറച്ച് സ്റ്റെപ്പ് കയറിപ്പോയി. ഇവിടെ എത്തിയപ്പോ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടോ അവര് ഫ്ലോറും റൂഫും ഒക്കെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ നിന്നാലും നമുക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടുമായിരുന്നേ. പിന്നെ അവിടുത്തെ ഫ്ലോറിൽ ഗ്ലാസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നേ. അതിലൂടെ നമ്മൾ നടക്കുമ്പോൾ ക്രാക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ അതിലിങ്ങനെ നടന്ന് കളിക്കുമ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത്. അവിടെ 2 കുട്ടികൾ വീല് കറക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും പോയി അങ്ങോട്ടേക്ക്. പിന്നെ ഫോൺ വെച്ച് സ്കാൻ ചെയ്ത് വീല് കറക്കാൻ തുടങ്ങി. അങ്ങനെ കറക്കി കറക്കി എനിക്കും കിട്ടി ഗൈസ് നമ്മുടെ ബുർജ് ഖലീഫ കോയിൻ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പർച്ചേസിംഗ് ഏരിയയിൽ പോയി. നമ്മൾ അവിടെ എത്തിയപ്പോൾ അവരുടേതായിട്ടുള്ള ഡ്രസ്സ്, ബാഗ്സ്, കപ്പ് അങ്ങനെയൊക്കെ ഓരോന്ന് നമുക്ക് കാണാൻ പറ്റി. നമ്മൾ അവിടുന്ന് ഞങ്ങളെ ഫോട്ടോ ഫ്രെയിം വാങ്ങി. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾ അവിടുന്ന് വാങ്ങിയില്ല, ഭയങ്കര ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാൻ ലിഫ്റ്റ് വെയിറ്റ് ചെയ്യലായി. അപ്പോഴുള്ള ലിഫ്റ്റിലെ വ്യൂ ആട്ടോ ഈ കാണുന്നത്. അപ്പൊ ശരി, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ബാക്കി വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ് ആക്കുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, സീ യു സൂൺ ഇൻഷാ അല്ലാഹ്.